Hi all, so welcome to the second part of the video. Hope you all have seen the first part. സോ പ്രിഫിക്സുകൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ സുപ്ര, ഇൻഫ്ര, സബ്, എപ്പി ഇതൊക്കെ നമുക്ക് ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സുപ്ര റീനൽ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് അബവ് ദ കിഡ്നി. സുപ്ര പ്യൂബിക് എന്ന് പറയുമ്പം അബവ് ദ പ്യൂബിക് ബോൺ. സോ ദ വേർഡിൻ്റെ മീനിങ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇൻട്ര പ്രിഫിക്സ് ആണ്. ഓക്കെ, ഇൻട്ര എന്ന് പറയുമ്പം സംതിങ് ഹാപ്പനിങ് ഇൻസൈഡ് എ സ്ട്രക്ചർ. അപ്പം ഇൻട്രാ വെയിനസ് എന്ന് പറയുമ്പം വിത്തിൻ ദ വെയിൻ. ഇൻട്രാ മസ്കുലർ എന്ന് പറയുമ്പം വിത്തിൻ ദ മസിൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫ്രണ്ട് പാർട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രിഫിക്സുകളുടെ മീനിങ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ 2026 റീസെൻ്റായിട്ട് റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അടുത്തത് എ പേഷ്യൻ്റ് ഈസ് സീൻ ഫോർ സസ്പെക്റ്റഡ് അപ്പൻഡിസൈറ്റിസ് ബട്ട് ഡയഗ്നോസിസ് ഈസ് നോട്ട് കൺഫേംഡ്, വാട്ട് ഷുഡ് ബി കോഡഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഔട്ട് പേഷ്യൻ്റ് ആണോ ഇൻ പേഷ്യൻ്റ് ആണോ എന്ന് അറിയില്ല. ഇൻ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് അപ്പൻഡിസൈറ്റിസ് എന്ന് കോഡ് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ അത് കൺഫേം ചെയ്ത് പറയാത്തത് കൊണ്ട് സെറ്റിംഗ് ഏതാണെന്ന് നമുക്ക് അറിയില്ല. സോ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ഔട്ട് പേഷ്യൻറ്റ്. പേഷ്യൻ്റ് സീൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഔട്ട് പേഷ്യൻ്റ് സെറ്റിങ്ങിൽ ഒരു പേഷ്യൻറ്റിനാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെങ്കിൽ കോഡ് ഫോർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ്. അടുത്ത റിപ്പീറ്റഡ് ഫോമിലുള്ളൊരു ക്വസ്റ്റ്യൻ ഹാർട്ടിലെ വാൾവ്സിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 4 പേര് ഓൾറെഡി പഠിച്ചു വെക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ട്രൈക്കസ്പിഡ്, ബൈക്കസ്പിഡ് അല്ലെങ്കിൽ മിട്രൽ വാൾവ്, അയോട്ടിക് വാൾവ്, പൾമണറി വാൾവ്. ഇതാണ് ഹാർട്ടിൻ്റെ 4 വാൾവുകൾ. സെപ്റ്റം എന്ന് പറയുന്നത് വാൾവ് അല്ല, ഹാർട്ടിൻ്റെ ചേമ്പേഴ്സിനെ, ഈ 4 ചേമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന റീജിയനാണ് സെപ്റ്റം എന്ന് പറയുന്നത്. സോ സെപ്റ്റം ഇസ് നോട്ട് എ വാൾവ്. അപ്പം ബെറ്റർ നിങ്ങൾ ഈ വാൾവിൻ്റെ പേര് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ജസ്റ്റ് ആൻ ഈസി ക്വസ്റ്റ്യൻ ഓൺലി. നെക്സ്റ്റ് ഇറ്റ് ഈസ് ദ വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹാംസ്ട്രിങ് മസിൽസിൻ്റെ. അത് നമ്മുടെ സ്റ്റുഡൻസ് 2 പേർക്ക് 2 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 2 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാംസ്ട്രിങ് മസിൽസ് യൂഷ്വലി കാണുന്നത് തൈൻ്റെ ബാക്ക് സൈഡിലാണ്. സോ അത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹാംസ്ട്രിങ് മസിൽസിന് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം അതേത് അനാട്ടമിക്കൽ റീജിയനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റീരിയർ തൈ എഴുതാം, അല്ലെങ്കിൽ ബാക്ക് ഓഫ് തൈ എന്ന് വരാം. നിങ്ങളുടെ ഓപ്ഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആൻസർ സെലക്ട് ചെയ്യുക. ഹാംസ്ട്രിങ് മസിൽസ് അപ്പം നമ്മുടെ പോസ്റ്റീരിയർ തൈ, അതായത് ബാക്ക് തൈയിലാണ് ഉണ്ടാകുന്നത്. നീ ഫ്ലെക്ഷൻ, മുട്ട് വളയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ തൈ പിന്നിലേക്ക് നീക്കുക, അതിനാണ് ഹിപ്പ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും, അതാണ് അതിൻ്റെ ഫങ്ഷൻ. അടുത്ത നിങ്ങൾ മെയിനായിട്ട് എപ്പോഴും എല്ലാ CPC എക്സാമിനും കാണുന്നതാണ് ബോൺ ടു ബോൺ കണക്ഷൻ ലിഗമെൻറ്റ്സ് ആണ്. മസിൽ ടു ബോൺ കണക്ഷന് ടെൻഡൻസ് പറയും, മസിൽ ടു മസിൽ കണക്ഷൻ ഫേഷ്യ. ഞാനിവിടെ കൊടുത്ത ക്വസ്റ്റനിൽ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് ലിഗമെൻറ്റ് കണക്ട്സ് ബോൺ ടു ബോൺ ആണ്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി ആണ്. അത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഒന്നത് കറക്റ്റ് ചെയ്യണം. ഐ എം സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. മേ ബി ഡയറക്റ്റ് ആയിരിക്കാം, പക്ഷേ ഈ തവണ അത് വന്നിട്ടുള്ളത് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, മസിൽ ടു ബോൺ കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ സ്പോട്ട് ഇഞ്ചുറി കാരണം റപ്ചർ ആയിട്ടുണ്ട്. അത് നമുക്കറിയാം, മസിൽ ടു ബോൺ ടെൻഡൻസ് ആണ്. പിന്നെ ബിറ്റ്വീൻ മസിൽസ് ഉള്ള സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മസിൽ ടു മസിലാണ്, അപ്പോൾ അത് ഫേഷ്യാണ് ആൻസർ വരിക. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലോണം വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 മാസ്റ്റർ ഗ്ലാൻസ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ATP, അതായത് അഡ്രീനൽ, തൈറോയിഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻസ്. ഔട്ട് ഓഫ് ദിസ് ആയിട്ട് എന്ത് ചോദിച്ചാലും അത് എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ളതല്ല. സോ ഇവിടെ റൈറ്റ് സൈഡിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിച്ച് ഇസ് നോട്ട് എ പാർട്ട്. ഇതിലൊരു പാർട്ട് അല്ലാത്തത്, അവിടെ എക്സെപ്ഷണൽ കേസ് ഉള്ളത് സലൈവറി ഗ്ലാൻഡ് മാത്രം. അപ്പം നിങ്ങൾക്ക് ഈ 3 ഗ്ലാൻസ് അറിയുമെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിൽ സൈനസ് എന്താ, സിനോവിയൽ എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം. സൈനസ് എന്ന് പറയുമ്പം നമ്മുടെ ഹെഡ് ആലോചിച്ചാൽ മതി. സിനോവിയൽ എന്ന് പറയുമ്പം ജോയിൻറ്റ്സ്, ഈ നീ ജോയിൻറ്റ്, എൽബോ ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ്, ഇതൊക്കെ സിനോവിയൽ ജോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഫസ്റ്റത്തെ ബേസിക് ആയിട്ടുള്ള 4 സൈനസിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ആലോചിച്ചാൽ മതി. ഫ്രണ്ടൽ സൈനസ്, മാക്സിലറി സൈനസ്, എത്തമോയിഡ് സൈനസ്, സ്ഫീനോയിഡ് സൈനസ്. ആ ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഫെംസ് എന്നോ FEMS എന്നോ അങ്ങനെ എന്തെങ്കിലും ബേസിക് ട്രിക്കിൽ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പം ഇതിൽ സൈനസ് അല്ലാത്തത് നമ്മുടെ ക്വസ്റ്റ്യനിലൊരു ഓപ്ഷൻ സിനോവിയലാണ്. ഇത് നേരെ തിരിച്ചും ചോദിക്കാം. സോ അത് ആ നോട്ട് നിങ്ങളൊന്ന് വായിക്കാം. ഇനി എല്ലാവരും എക്സാമിന് പോയിട്ട് തെറ്റിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. എസ്പെഷ്യലി നമ്മുടെ സ്റ്റുഡൻസ് ഇത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇനി നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യരുത്. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു പേഷ്യൻ്റ് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആയിട്ട് വന്നു, അബ്ഡോമിനൽ ബ്ലീഡിംഗ് ആയിട്ട് വന്നു, സർജറി ചെയ്തിട്ടുള്ളത്
ഫുൾ എക്സ്പ്ലോറേഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ത്രൂ ആൻ ഓപ്പൺ ഇൻസിഷൻ. ഇൻസിഷൻ എന്ന് കണ്ടു, അപ്പം തന്നെ ഗ്യാസ്ട്രോട്ടമി പോയി സെലക്ട് ചെയ്ത ആൾക്കാരുണ്ട്. അവിടെ അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ സ്റ്റൊമക്കിലാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ മാത്രമേ നിങ്ങൾ ഗ്യാസ്ട്രോട്ടമി സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അബ്ഡോമിനൽ ക്യാവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഷൻ പ്രൊസീജിയർ പറയുമ്പം അത് ലാപ്രോട്ടമി ആണ്. പിള്ളേരെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലാപ്പ് എന്ന് പറയുമ്പം ബെല്ലി വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്ന പ്രൊസീജിയറാണ്. സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രോട്ടമി ആണ് ചെയ്യുക. നെക്സ്റ്റ് സ്ഫിങ്ക്റ്റർ മസിൽസ് ആണ്. എന്താണ് സ്ഫിങ്ക്റ്റർ മസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് ഫ്ലോസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു വാൾവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഈ സർക്കുലർ മസിൽസ് ആണ്. ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് അതാണ് അവരുടെ മെയിൻ ഫങ്ഷൻ. ഈ ആനൽ സ്ഫിങ്ക്റ്റർ മസിൽസ് ഉണ്ട്, അതാണ് നമ്മുടെ ബോഡിയിൽ ഡിഫിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ യൂറീത്രൽ സ്ഫിങ്ക്റ്റേഴ്സ് ഉണ്ട്, യൂറിനേഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സ്ഫിങ്ക്റ്റർ മസിൽസ് എന്ന് പറയുമ്പം സർക്കുലർ മസിൽസ് ആണ്. ദേ കൺട്രോൾസ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്. അപ്പം ബോഡിയിൽ പല സ്ഥലത്തും അതുണ്ട്. ആനൽ സ്ഫിങ്ക്റ്റർ, യൂറീത്രൽ സ്ഫിങ്ക്റ്റർ, പൈലോറിക് സ്ഫിങ്ക്റ്റർ. നമ്മുടെ സ്റ്റൊമക്കിൻ്റെയും ഇൻറ്റസ്റ്റൈൻ്റെയും ബിറ്റ്വീനിൽ വരുന്നതാണ് പൈലോറിക് സ്ഫിങ്ക്റ്റർ. നെക്സ്റ്റ് ആംബിഡെക്സ്ട്രസ് ആണ്. ആംബിഡെക്സ്ട്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെൽ. അതായത് രണ്ട് കൈയും സെയിം സ്കില്ലിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് ആംബിഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. അടുത്തത് എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 ടേംസ്: ഡീബ്രൈഡ്മെൻറ്റ്, ഇൻസിഷൻ, സ്യൂച്ചറിങ്, ബയോപ്സി. അപ്പോൾ യൂഷ്വലി ഡീബ്രൈഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ ഡെഡ് ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. സ്യൂച്ചറിങ് എന്ന് പറഞ്ഞാൽ ഒരു വൂണ്ട് ക്ലോസ് ചെയ്യുന്നതാണ്. ബയോപ്സി എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്ലേസിൽ നിന്ന് ഒരു ടിഷ്യൂ സാമ്പിൾ എടുക്കുകയാണ്. ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കട്ട് ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ 4 കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളിത് വായിക്കാതെ പോകരുത്. കാരണം എപ്പോഴും ഡീബ്രൈഡ്മെൻറ്റും ഇൻസിഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കഴിഞ്ഞ് വന്നിട്ട് അയ്യോ അത് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് കാര്യമില്ല. നെക്സ്റ്റ് ബ്ലെഫാരോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ബ്ലെഫാറോ, ബ്ലിങ്ക്, അങ്ങനെ ആലോചിച്ചാൽ മതി. ബ്ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐലിഡ്സ് ആണല്ലോ നമ്മൾ ബ്ലിങ്ക് ചെയ്യുക. പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എന്താ പ്ലാസ്റ്റിക് സർജറി അല്ലേ, റിപ്പയർ ചെയ്യുന്ന സംഭവം, അതാണ് പ്ലാസ്റ്റി. ഓക്കെ, സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ ഒരു പേഷ്യൻറ്റിനെ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ചെയ്തിട്ടുള്ളത്? ദ ഡ്രൂപ്പിംഗ് ആൻഡ് എക്സസ് സ്കിൻ ഓഫ് ദ അപ്പർ ഐലിഡ് ഓഫ് ബോത്ത് കോസ്മെറ്റിക് ആൻഡ് ഫങ്ഷണൽ ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ എന്തോ ഒരു സർജറി സംതിങ് റിപ്പയർ ചെയ്യാൻ വേണ്ടി. ഡ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തൂങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമുക്ക് പറയില്ല. അപ്പം ഇവിടെ ഐലിഡിന് എന്തോ ഒരു പ്രൊസീജിയർ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ബ്ലെഫാരോപ്ലാസ്റ്റിയാണ്. നമ്മുടെ കണ്ണിൻ്റെ വൈറ്റ് ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയറിനെ നമ്മൾ സ്ക്ലീറ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്ലീറ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സ്ക്ലീറൈറ്റേഴ്സ് എന്ന് പറയും. അതുപോലെ കോർണിയയുടെ പേര് നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കെറാറ്റോ. അപ്പം കെറാറ്റോ എന്ന് പറയുന്ന വേർഡ് കോർണിയ റിലേറ്റഡ് ആണ്. അപ്പം കോർണിയയ്ക്ക് ഇൻഫ്ലമേഷൻ വന്നു വരുമ്പോൾ കെററ്റൈറ്റിസ്. ഇനി നമ്മുടെ ബോഡിയുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ 4 പേരുകൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ടാസാന്നോ TAS+A എന്നോ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ട്രിക്സ് ടു റിമെമ്പർ കൊടുത്തിട്ടുണ്ട്. ടാസ അങ്ങനെ ആലോചിച്ചാൽ മതി. ടോൺസിൽസ്, അഡിനോയിഡ്സ്, സ്പ്ലീന്, അപ്പൻഡിക്സ്. ഇതാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള 4 ആൾക്കാർ. അപ്പം ഏത് ഓർഗനാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ബിലോങ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ ടാസയിലുള്ള ഏതെങ്കിലും ഒരു മെമ്പർ അതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഐ റിപ്പീറ്റ് അഗെയിൻ, ടോൺസിൽസ്, അഡിനോയിഡ്സ്, സ്പ്ലീന്, അപ്പൻഡിക്സ്. ഈ 4 ഓർഗൻസ് ആണ് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് കാർട്ടിലേജ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും. കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സ്മൂത്ത് കുഷനിങ് ടിഷ്യൂ ആണ്. സോ ബോൺ ടു ബോൺ ഫ്രിക്ഷനൊക്കെ കുറച്ച് ഷോക്സ് അബ്സോർബ് ചെയ്യുകയാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ ഈ കാർട്ടിലേജ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റ് പെയിൻ വരും, സ്റ്റിഫ്നെസ് വരും, റെസ്ട്രിക്ഷൻസ്, മൂവ്മെൻറ്റിലൊക്കെ റെസ്ട്രിക്ഷൻസ് വരും. സോ ഇത് റിഗാർഡിങ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഷോക്ക് അബ്സോർപ്ഷൻ, അതുപോലെ തന്നെ ലോസ് ഓഫ് ദ സ്മൂത്ത് കുഷനിങ് ബിറ്റ്വീൻ ജോയിൻസ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ ടേംസ് കണ്ടാൽ നിങ്ങൾക്കത് കാർട്ടിലേജ് റിഗാർഡിങ് ആണെന്ന് മനസ്സിലാക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. അപ്പം കമ്മിങ് വീക്കിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സോ ഇഫ് യു വാണ്ട് എനി ടോപ്പിക്സ് യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് ബിലോ. വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ദ അപ്കമിങ് സെഷൻസ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത സെക്ഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു.